നമസ്കാരം. എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഡ്രഗ്സ്, ആൽക്കഹോൾ, അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൂടി വരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ കുട്ടികളുടെ ഡെവലപ്മെന്റ് വലിയ രീതിയിൽ ജനറേഷൻസ് മാറുന്നതനുസരിച്ച് മാറുന്നുണ്ട് എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ഈ ലോകത്ത് അവരെ ലൈഫ് കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് മുൻപത്തെ ജനറേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിരുന്ന പല മെത്തേഡുകളും ഇന്ന് ലഭ്യമല്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടുള്ള ഗെയിംസുകളുടെ, സ്പോർട്സുകളുടെ അഭാവം. മുൻപത്തെ ജനറേഷൻസ് അല്ലെങ്കിൽ പാരൻസ് ഒക്കെ തന്നെ അവരുടെ നൈബർഹുഡിലുള്ള മറ്റു കുട്ടികളുമായിട്ട് കളിക്കുന്നതിന്, ഇന്ററാക്ട് ചെയ്യുന്നതിന്, ഫേസ് ടു ഫേസ് സംസാരിക്കുന്നതിന്, എന്തെങ്കിലും ആക്ടിവിറ്റികളിലൊക്കെ ഏർപ്പെടുന്നതിന് പല രീതിയിലുള്ള സാഹചര്യങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അത്തരത്തില് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഓഫ്ലൈൻ ആയിട്ടുള്ള സ്പോർട്സ് ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ ഗെയിംസുകളൊന്നും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നില്ല. മാതാപിതാക്കൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് കുട്ടികൾക്ക് ഫിസിക്കലി ഒന്ന് എൻഗേജ്ഡ് ആവുന്നതിന് വേണ്ടിയിട്ട്, പല കാര്യങ്ങൾ ആക്ടിവിറ്റികൾ എൻഗേജ്ഡ് ആവുന്നതിന് വേണ്ടിയിട്ട്, കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. കൂടുതലും പാരൻസ് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എപ്പോഴും പടി 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ഒരിക്കലും ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിന് ഹെൽപ്ഫുൾ അല്ല എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള, ഓഫ്ലൈൻ ആയിട്ടുള്ള ഗെയിംസിനും സ്പോർട്സിനും വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിലേക്ക് കുട്ടികൾ പോവാതിരിക്കുന്നതിനുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അത്യാവശ്യമാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഴയ ജനറേഷൻ, മുൻപത്തെ ജനറേഷൻസ് ഒക്കെ തന്നെ കുട്ടികൾക്ക് ധാരാളം മോറൽ ആയിട്ടുള്ള സ്റ്റോറീസ് അല്ലെങ്കിൽ മിത്തോളജിക്കൽ ആയിട്ടുള്ള, റിലീജിയസ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ സ്റ്റോറികളിലൂടെ കുട്ടികൾ ഈ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ള ഒരു വാല്യൂ അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഒരു സ്റ്റോറിയോ വാല്യൂയോ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളത് വളരെ ദോഷം ചെയ്യുന്ന, കുട്ടികളുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പാണ് ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും അല്ലെങ്കിൽ ഓൺലൈൻ അഡിക്ഷൻസും ഒക്കെ തന്നെ കാരണമാകുന്നത് എന്നുള്ള വസ്തുത ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഗെയിംസിനകത്തും ഒരു റൂളുണ്ട്. അപ്പൊ ആ ഗെയിമിൽ നിന്ന് ആ റൂള് മാറ്റിക്കഴിഞ്ഞാൽ ആ ഗെയിം സബ്സിക്വന്റ്ലി ഒരു കെയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് ആയിരിക്കുമ്പോൾ ലൈഫും അതുപോലെയാണ്. നമ്മുടെ ലൈഫ് ഒരു റൂൾ ബേസ്ഡ് ആയിട്ടാണ് ലൈഫ് കണ്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ റൂളിന്റെ ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾ കുഞ്ഞിലെ മനസ്സിലാക്കുന്നത് ഈ ഗെയിമുകളിൽ നിന്നാണ്. അപ്പൊ അത്തരത്തിൽ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാരൻസ് ശ്രമിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ അവര് ജീവിതത്തെ സീരിയസ് ആയിട്ടും ഓണസ്റ്റ് ആയിട്ടും സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടൊക്കെ സമീപിക്കുന്നതിന് സാധിക്കുമെന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ അവരുടെ ബേസിക് ആയിട്ടുള്ള നേച്ചറിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ തന്നെ, നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റ് ചെയ്തുകൊണ്ട്, നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് ഉണ്ടാവും എന്നത്ര ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.